നിങ്ങൾ ഈ ചൂടെ കാണുന്ന വാർത്ത ഒന്ന് വായിച്ചു നോക്കിയാണ് സമസ്ത പറയുന്ന വാക്കുകളാണ്. പാർട്ടിയുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സമുദായത്തിൽ നിന്നുള്ള ആളുണ്ടാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്തായാലും നമ്മുടെ ഭാരതത്തിൽ ഒരു മുസ്ലിമിന് ലഭിക്കുന്ന പ്രിവിലേജ് പോലും ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് കിട്ടാറില്ല. അവർ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വേണമെന്ന് പറഞ്ഞാലോ, അവർക്ക് കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ പറ്റുന്ന വഖഫ് നിയമം വേണമെന്ന് പറഞ്ഞാലോ, അതെല്ലാം മതേതരത്വത്തിന്റെ ഭാഗമായി വാഴ്ത്തപ്പെടും. നേരെ മറിച്ച് ഹിന്ദുക്കൾക്ക് ഒരു സംഘടന ഉണ്ടായാൽ തന്നെ, ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു നീതികേടിനെതിരെ സംസാരിച്ചാൽ തന്നെ വർഗീയതയായി മാറിക്കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ കോൺഗ്രസ് പറയുന്നത് രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസ് തന്നെ വരണം. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മതേതരത്വം സംരക്ഷിക്കും. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. ഗാന്ധിയുടെ കാലം തൊട്ടും നെഹ്റുവിന്റെ കാലം തൊട്ടും ഒക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു വൺ സൈഡഡ് ലവ് ആണ്. നിങ്ങൾ പലസ്തീനെ കാണും, ബംഗ്ലാദേശിനെ കാണില്ല. നിങ്ങൾക്ക് പാകിസ്ഥാനെ വിശ്വാസമായിരിക്കും, ഇന്ത്യയെ വിശ്വാസമായിരിക്കില്ല. നിങ്ങൾക്ക് പാകിസ്ഥാൻ പട്ടാളക്കാരെ വിശ്വാസമായിരിക്കും, ഇന്ത്യൻ പട്ടാളക്കാരെ വിശ്വാസമായിരിക്കില്ല. നിങ്ങൾക്ക് ചൈനയെ വിശ്വാസമായിരിക്കും, ഇന്ത്യയെ വിശ്വാസമായിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരു തരത്തിലും ഈ രാജ്യത്തിന് അഭിമാനബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ആരും പറയത്തുമില്ല. പണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ വികസനങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന ലോകം മുഴുവൻ വികസിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്കൂടെ ഇട്ട് തന്നിട്ട് കോൺഗ്രസ് കൊണ്ടുവന്നു ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പറഞ്ഞ് നിങ്ങൾ കിടന്ന് വെറുതെ പട്ടിഷോ കാണിക്കും. എന്തായാലും സമസ്ത പറഞ്ഞതല്ലേ, പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അവരുടെ സമുദായം വരുന്നുണ്ടോ എന്ന് പ്രിയങ്ക ചേച്ചി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് അത് ചെയ്തു കൊടുക്കണം. വെറുതെ മതേതരത്വം നശിപ്പിക്കണം.